ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം വ്ളോഗാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ ഒന്ന് രാവിലെയാണ് എനിക്ക് അപ്പോസിന് വെയിറ്റ് ചെയ്താനായിട്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ഡ്രസ്സ് ഒരെണ്ണം മാത്രം മതിയെന്ന് വിചാരിച്ചു. അതെടുക്കാനായിട്ട് രാവിലെ എണീറ്റ് ഞാനായിട്ടൊക്കെ പോയി. പിന്നെ പോയിട്ടും പൂവൊക്കെ ഞങ്ങൾ 10 ദിവസമായിട്ട് ഇടുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം പൂവൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്ക് ഒരുക്കണമല്ലോ, അപ്പോൾ അതിനുള്ള പൂ തന്നെ ലൂസെല്ലാം വാങ്ങിയിട്ട് ഞാൻ തന്നെയാണ് കെട്ടിയിട്ടത്. അങ്ങനെ നമ്മുടെ വിളക്കൊക്കെ ഒരുക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സാധാരണ ഇങ്ങനെ മാല പോലെയൊക്കെ കെട്ടി അടുക്കി ഒരു കമ്പ് വെച്ചിട്ട് നീളത്തിനൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞാനിങ്ങനെയാണ് എല്ലാ തവണയും ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മഞ്ഞക്കോടി കൊണ്ട് വിളക്കിൽ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉത്സവം കണക്കാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ആദ്യത്തെ 2 ദിവസം മാത്രമേ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ 10 ദിവസവും ഇട്ട് വന്നപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ ഒരു ഫുൾ ഒരിത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി പിറ്റേന്ന് നല്ല രീതിക്ക് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യം ഒരു നല്ല ഡിസൈൻ വരയ്ക്കാമെന്ന് കരുതി. അങ്ങനെ രാത്രി നമ്മൾ 12:30 ആയി കിടന്നപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ആദ്യം കുറേ പൂവൊക്കെ എടുത്ത് സെപ്പറേറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ കവറിൽ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാവിലെ ഇട്ട അത്തമൊക്കെ മാറ്റി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അത്തം വരച്ച് മാത്രം ഇട്ടു. അപ്പം വരയ്ക്കാനായിട്ട് നൂലൊക്കെ എടുത്തായിരുന്നു, അതാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഏകദേശമൊക്കെ വരച്ച് ഫസ്റ്റത്തെ ഇതിൻ്റെതൊക്കെ വരച്ച് കഴിഞ്ഞു. ഇതാണ് ഫൈനലായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെ നമ്മൾ 5:30 എണീച്ചു. 6 മണിയായപ്പോൾ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്ന് ചാണകമൊക്കെ തളിച്ച് ക്ലീൻ ചെയ്തിട്ട് അവിടെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ അത്തം ഇട്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തം. നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സാധാരണ ഒരു ഡിസൈനാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു. ഇത് വന്നതിന് ശേഷം അടുക്കളയിൽ ബാക്കി എല്ലാ കറികളൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കിച്ചടിയും കൂട്ടുകറിയും കൂടെ വെക്കാമെന്ന്. അങ്ങനെ കിച്ചടിക്കുള്ളതൊക്കെ അനിയത്തിയിൽ കൊടുത്ത് അവൾ ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകറിക്ക് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പുറത്തെ പച്ചടിക്കും വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ കഴിക്കാനായിട്ടിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് ചേട്ടനും ഇന്ന് അവിടെ സൺഡേ ആയതുകൊണ്ട് ലീവായിരുന്നു. അവരും അവിടെ സദ്യയൊക്കെ ഒരുക്കി എല്ലാവരും കൂടെ ഇരുന്ന് പായസമൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ഓണം വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.